എല്ലാവർക്കും നമസ്കാരം. നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് മലയാളം പ്രവർത്തന പുസ്തകത്തിലെ പറക്കം വീട് എന്ന പാഠഭാഗമാണ്. പാഠഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പ്രവർത്തനം 6.1 സംഭാഷണം എഴുതാം. നാട് കാണാൻ ഇറങ്ങണം. പക്ഷേ എങ്ങനെ പോകും? എനിക്ക് പറക്കാൻ ചിറകുകളില്ലല്ലോ. ആരാണ് സഹായിക്കുക? കുഞ്ഞുവീട് സങ്കടപ്പെട്ടു. കുഞ്ഞുവീടിനെ സഹായിക്കാൻ അപ്പോൾ ഒരു കാറ്റ് വന്നു. അവർ തമ്മിൽ എന്തൊക്കെയാവും പറഞ്ഞിട്ടുണ്ടാവുക? കാറ്റ്: കുഞ്ഞുവീടേ, നീ എന്താ വിഷമിച്ചിരിക്കുന്നത്? കുഞ്ഞുവീട്: എല്ലാവരും എന്നെ തനിച്ചാക്കി ഓരോ വഴിക്ക് പോയി. എനിക്ക് യാത്ര ചെയ്യാൻ കഴിയില്ലല്ലോ. പറക്കാൻ ചിറകുമില്ല. കാറ്റ് പറഞ്ഞു: പറക്കാൻ ഞാൻ നിന്നെ സഹായിക്കാം. മറുപടിയായിട്ട് കുഞ്ഞുവീട് എന്താ പറഞ്ഞത്? എന്നാൽ ഞാൻ നിന്റെ കൂടെ വരാം. പ്രവർത്തനം 6.2 കണ്ടെത്തി എഴുതാം, അഭിനയിക്കാം. നാടു കാണാനിറങ്ങിയ കുഞ്ഞുവീട് കാറ്റിൻ്റെ ചിറകിലേറി പറന്നു നടന്നു. പല പല കാഴ്ചകൾ കണ്ടു. ധാരാളം ആളുകൾ ചേർന്ന് ഒരു വീട് പണിയുന്നു. വീട് പണിയുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ എഴുതാം, അഭിനയിക്കാം. വീട് പണിയുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ: ആർക്കിടെക്ട്, ആശാരിപ്പണി, പ്ലംബിംഗ് പണി, മാർബിൾ പണി, നിർമ്മാണപ്പണികൾ, കൽപ്പണി, ഇൻറ്റീരിയർ ഡിസൈനിങ്, വയറിംഗ് പണി, പെയിൻറ്റിംഗ് പണി, മേസ്തിരിപ്പണി. പ്രവർത്തനം 6.3 ക്രമത്തിലാക്കാം. വീട് നിർമ്മാണത്തിന് ഒട്ടേറെ ഘട്ടങ്ങളുണ്ടല്ലോ. അവ അന്വേഷിച്ച് കണ്ടെത്തി ക്രമത്തിൽ എഴുതാം. കുറ്റിയടിക്കൽ, തറകെട്ടൽ, തറയിൽ മണ്ണ് നിറയ്ക്കൽ, കട്ടിള വയ്ക്കൽ, ചുമര് കെട്ടൽ, ജനൽ വയ്ക്കൽ, മേൽക്കൂര കെട്ടൽ, ചുമരിൽ സിമൻറ്റ് തേക്കൽ, തറയിൽ ടൈൽസ് ഇടൽ, വാതിലും ജനലും പിടിപ്പിക്കൽ, പെയിൻ്റ് അടിക്കൽ. പ്രവർത്തനം 6.4 വരയ്ക്കാം, നിറം നൽകാം. നാടു കാണാനിറങ്ങിയ കുഞ്ഞു വീട് കാറ്റിനോടൊപ്പം പറന്നു നടന്ന് കാഴ്ചകൾ കണ്ടു. പുഴകൾ, പച്ചവിരിച്ച പാടങ്ങൾ, പട്ടണങ്ങൾ, പലതരം വീടുകൾ ഡാഷ്. കുഞ്ഞുവീട് കണ്ട കാഴ്ചകൾ വരയ്ക്കാം, നിറം നൽകാം. ഇവിടെ കുഞ്ഞുവീട് കാറ്റിനോടൊപ്പം പറന്നപ്പോൾ കണ്ട കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതിനെന്ത് ചെയ്യുക? നിങ്ങൾ നിങ്ങളുടെ ഭാവനയിൽ എന്ത് ചെയ്യുക? വരയ്ക്കുക, നിറം നൽകുക. പ്രവർത്തനം 6.5 ക്ഷണക്കത്ത് തയ്യാറാക്കാം. മൈലാഞ്ചി മലയിലെ കുരുവിയുടെ ഗൃഹപ്രവേശനത്തിന് തയ്യാറാക്കിയ കത്ത് വായിച്ചല്ലോ. യാമയുടെ പിറന്നാളിന് കൂട്ടുകാരെ ക്ഷണിക്കാനായി ഒരു ക്ഷണക്കത്ത് തയ്യാറാക്കിയാലോ? പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒക്ടോബർ 24-ാം തീയതി എൻ്റെ പിറന്നാളാണ്. മൈലാഞ്ചിമലയിലെ ഞങ്ങളുടെ വീട്ടിൽ വെച്ച് പിറന്നാൾ ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എല്ലാവരും കുടുംബത്തോടൊപ്പം പിറന്നാൾ ആഘോഷത്തിൽ പങ്കുചേരണമെന്ന് സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. സ്നേഹപൂർവ്വം, യാമി. പ്രവർത്തനം 6.6 കണ്ടെത്തി എഴുതാം. താഴെ പറയുന്ന പ്രയോഗങ്ങൾ വരുന്ന വാക്യങ്ങൾ പാഠഭാഗത്തു നിന്നും കണ്ടെത്തി എഴുതാം. തൊട്ടു തലോടി. ഉത്തരം: കുഞ്ഞുവീടിനെ തൊട്ടു തലോടിക്കൊണ്ടുവന്ന കാറ്റ് പറഞ്ഞു. അടുത്തു വരുന്നത് മാനം മുട്ടെ. പാഠഭാഗത്തു നിന്ന് കണ്ടെത്തിയ വാക്യം: മാനം മുട്ടെ ഉയർന്നു നിൽക്കുന്ന സൗധങ്ങൾ. ഒരടി വയ്യ. പാഠഭാഗത്തു നിന്ന് കണ്ടെത്തിയ വാക്യം: ഇനി മുന്നോട്ട് ഒരടി വയ്യ. അടുത്തു വരുന്നത് കുറ്റിയടിച്ചതുപോലെ. പാഠഭാഗത്തു നിന്ന് കണ്ടെത്തിയ വാക്യം: ഞാൻ മാത്രം ഇവിടെ ഇങ്ങനെ കുറ്റിയടിച്ചതുപോലെ. ഇതോടുകൂടി പറക്കും വീട് പ്രവർത്തന പുസ്തകത്തിലെ പ്രവർത്തനങ്ങൾ അവസാനിച്ചു.